ഹേയ് ഹലോ, വെൽക്കം ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെൽ ബട്ടണും കൂടെ അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിടുന്ന വീഡിയോസ് എല്ലാം നമുക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനും സാധിക്കുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ വെച്ചിട്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? വേറൊന്നുമല്ല, നമ്മളുടെ വെജ് ബിരിയാണിയാണ് ഞങ്ങളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്, അതുകൊണ്ടല്ല, നമ്മളൊരു മന്ത്ലി 2 ഒക്കെ നമ്മളിത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളതിനുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമുക്കുള്ള സാധനങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കുക്കർ അടുപ്പി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ്, ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മയാണ് ഉണ്ടാക്കുന്നത്. അതിലാദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് കാഷ്യൂനട്ടും അതുപോലെ തന്നെ മുന്തിരിയും വറുത്തെടുക്കുക എന്നുള്ളതാണ്. അമ്മ ഇതെല്ലാം എന്താ പറയുക, ഒരു ഇതിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മിക്കവാറും വീഡിയോസിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്തായാലും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി എടുത്ത് നമ്മൾ അതും ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. അങ്ങനെ അതും വഴറ്റിയെടുത്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ചുകൂടെ നെയ്യിട്ടിട്ട് നമ്മളുടെ പട്ട, ഗ്രാമ്പൂ, വഴനയില അതൊക്കെ കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതിൽ കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ ഉള്ളി ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. സൗണ്ട് എന്താ ഇങ്ങനെയെന്ന് വിചാരിക്കരുത്, നല്ല ജലദോഷമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ സൗണ്ട് ഇങ്ങനെ. അപ്പം അത് ഉള്ളി വഴണ്ട് ഇരുന്നപ്പോൾ നമുക്ക് 1.5 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളുടെ ഗ്ലാസ്സിൽ എങ്ങനെയാണെന്നറിയില്ല, 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ആ ഗ്ലാസ് കൊണ്ട് തന്നെ അത് കഴുകി നമ്മളിതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലത്തെ ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഇളക്കൽ ഞാനാണ് ചെയ്തത്. പക്ഷേ അത് പറ്റാത്തതുകൊണ്ട് അമ്മ വേഗം വന്നത് വാങ്ങിച്ചിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഉള്ള വെള്ളം നമ്മളതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ടും നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം അതിൽ കുറച്ച് ഉപ്പിടണം കേട്ടോ. നമുക്ക് ആവശ്യത്തിന്, കുറച്ചെന്നല്ല, അതിന് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇടണം. എന്നതിന് ശേഷം അത് അടച്ചു വെച്ചു. സോറി, അതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് മിസ്സായി പോയിട്ടുണ്ട്. ആ ഉപ്പിടുന്നതിന് മുമ്പായിട്ട് ഒരു നാരങ്ങയുടെ ഹാഫ് മുറിച്ചിട്ട് അതിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് വീഡിയോയിലും വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം കുറച്ച് ഒരു ഹാഫ് നാരങ്ങയുടെ നീര് അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കുക എന്നുള്ളതാണ്, വേവിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എണ്ണയും കുറച്ച് നെയ്യൊക്കെ ആയിട്ടാണ് അതിലിട്ടിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ കൂടെ ഗ്രീൻ പീസും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഗ്രീൻ പീസും ഇട്ട് കുറച്ച്, അതിൻ്റെ പേരെന്തായിരുന്നു, അതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി, ഗരം മസാല. ഓക്കെ, ഗരം മസാലയും കൂടി ഇട്ട് അത് ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് റീഫ്രഷിങ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു സർബത്ത് അടിച്ച് കുടിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പനിയാണ്, എന്നാലും ഒരു റീഫ്രഷ്മെൻറ്റ്. ഓക്കെ, അപ്പം ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചോറും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വിസിലാണ് നമ്മളിതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചോറൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഇളക്കുക എന്നുള്ളതാണ് നമ്മളുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പച്ചക്കറി ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലാവിടെയും നന്നായി പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി, നൈസിലരിഞ്ഞ ഉള്ളി വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നട്ട്സ്, നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള നട്ട്സും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഇലൻ്റെ പേരെന്തായിരുന്നു, അത് ഞാൻ മറന്നു, മല്ലിയില. ഓക്കെ, മല്ലിയിലയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബിരിയാണി കഴിക്കാൻ എന്താ വേണ്ടത്? ഓക്കെ, സാലഡാണ് ആവശ്യം.
നമ്മൾ ചോപ്പറിലാണ് സാലഡ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ചുള്ളിയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും, ഇവിടെ അധികം ആർക്കും എരിവ് വേണ്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരു പച്ചമുളകും ഒരു ഉള്ളിയും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത്രയും മതി നമുക്കിവിടെ, അതുകൊണ്ട് തന്നെ അത് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കട്ട് ചെയ്തിട്ട് വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇനി അടച്ചിട്ട് നമുക്കതൊന്ന് വലിച്ചു നോക്കാം. വലിക്കാനായിട്ട് എൻ്റെ മോളും കൂടെ വരുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടി ആ ഒരു വലി എന്ന് പറയുന്നത് ഒരു പ്രയത്നമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ ബാഹുബലിയൊക്കെ വലിക്കുന്നത് പോലെ ഇങ്ങനെ വലിക്കുന്നുണ്ട്. വലിച്ച് ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. ഇനി അത് നമ്മൾ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കണമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ വേറൊരു പാത്രം കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതേ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ആവശ്യമുള്ള തൈരും ഉപ്പും ചേർത്ത് ഇളക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ആവശ്യമുള്ള തൈരും ഉപ്പും ഒക്കെ ഇളക്കി നല്ലൊരു സാലഡാക്കിയിട്ട് നമുക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ബിരിയാണി ഈ ഒരു വിധം ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. വെജ് ബിരിയാണി അത്രയ്ക്ക് ഇതില്ലെങ്കിലും കുഴപ്പമില്ലാതെ ഹെൽത്തി കണ്ടൻറ്റ് ഉള്ള ഒരു കാര്യമാണ് വെജ് ബിരിയാണി എന്ന് പറയുന്നത്. നമുക്ക് വൈറ്റമിൻ എയും സിയും അതുപോലെ തന്നെ ഇതിൻ്റെ ബിരിയാണി അരിയിൽ അടങ്ങിയിരിക്കുന്നത് ഹൈബ്രോ കാർബേറ്റും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് വെജ് ബിരിയാണി എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്